38 വയസ്സുകാരനായ ജപ്പാൻകാരൻ വാങ്ങിയത് അനാഥമായ 200 വീടുകൾ. വാടകയായി പ്രതിവർഷം കിട്ടുന്നത് 7 കോടി ഇന്ത്യൻ റുപ്പി. ആളുകൾ ഉപേക്ഷിച്ച 200 വീടുകൾ വാങ്ങി വാടകയ്ക്ക് നൽകി ഒസാക്കയിലെ ഹയാറ്റോ കവാമുറ എന്ന 38കാരൻ. പ്രതിവർഷം വാടകയായി നേടുന്നത് 7 കോടിയിലധികം രൂപ. ചെറുപ്പം മുതലേ വീടുകളോട് വലിയ താല്പര്യമാണ് ഹയാറ്റോ കവാമുറക്ക്. മലമുകളിൽ കയറി നിന്ന് നഗരത്തിലെ വ്യത്യസ്തമായ വീടുകൾ അവൻ നോക്കി നിൽക്കുമായിരുന്നു. വളരും തോറും ഹയാറ്റോയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള പാഷനും താല്പര്യവും കൂടി വന്നു. എന്നാൽ അക്കാലത്തൊന്നും അവ സ്വന്തമാക്കാൻ അയാൾക്കായില്ല. ബിരുദത്തിന് ശേഷം തൻ്റെ ആഗ്രഹം നിറവേറ്റാനായി അയാൾ വാടക വീട് നൽകുന്ന കമ്പനിയിൽ ചേർന്നു. എന്നാൽ അത് അധികകാലം നീണ്ടു നിന്നില്ല. തൻ്റെ കഠിനാധ്വാനത്തിന് അനുസൃതമായ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഹയാറ്റോ രാജിവെച്ചു. സാമ്പത്തികമായി സ്വതന്ത്രനാകുക എന്ന ലക്ഷ്യത്തോടെ പണം സേവ് ചെയ്ത് ഹയാറ്റോ തൻ്റെ 23ാമത്തെ വയസ്സിൽ 10 ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി. ഏകദേശം 2 ലക്ഷം രൂപ വാർഷിക വാടക വാങ്ങി. 6 വർഷങ്ങൾക്ക് ശേഷം ആ ഫ്ലാറ്റ് വിറ്റു. 24 ലക്ഷം രൂപയാണ് അതിന് കിട്ടിയത്. പിന്നീട് വിദൂര ഗ്രാമങ്ങളിലെ ഒഴിഞ്ഞ വീടുകൾ ലക്ഷ്യമാക്കി ഹയാറ്റോയുടെ ബിസിനസ്. 5.5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വീടുകൾ കണ്ടെത്തിയ യുവാവ് ആ വസ്തുക്കൾ ചെലവ് കുറക്കാനുള്ള അവസരമായി എടുത്തു. അത്തരം വീടുകളിലേക്ക് ഉപകരണങ്ങൾ വാങ്ങി മേൽക്കൂര ചോർന്നൊലിക്കുന്നതും മൃഗങ്ങൾ ചത്തുകിടക്കുന്നതുമായ വീടുകൾ പുതുപുത്തനാക്കിയെടുത്തു. 2018 ഹയാറ്റോ കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ചത്. പിന്നീട് മെറി ഹോം എന്ന സ്വന്തം റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം തുടങ്ങി. ഇതുവരെ 200 വീടുകളാണ് ഹയാറ്റോ വാങ്ങിയത്. അതിൽ നിന്ന് പ്രതിവർഷം വാടകയായി നേടുന്നതാകട്ടെ 7.72 കോടി രൂപ. സമ്പാദ്യങ്ങൾ, വായ്പകൾ, വാടക സ്വത്തുക്കൾ എന്നിവയിൽ നിന്നുള്ള ലാഭത്തിലൂടെയാണ് അദ്ദേഹം നിക്ഷേപങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നത്. ഹയാറ്റോ പറയുന്നത്, ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നമാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം ഒരു ദീർഘകാല ഗെയിമാണ്. അതിന് ക്ഷമയും ശ്രദ്ധയും ആവശ്യമാണ്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിങ്ങും എക്സ്ക്ലൂസീവുമായ കാര്യങ്ങൾ അറിയാൻ ഉടൻ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.